പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എക്സൽ മിനിസ്ട്രീസിൻ്റെ മന്ത് ഓഫ് പ്രെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസമാണ്. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും ദൈവദിനം ധ്യാനിക്കുന്നതും നമ്മുടെ ആത്മീകമായ ജീവിതത്തിന് അനുഗ്രഹമാണല്ലോ. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഓരോ മനുഷ്യനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്. എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ, പരാജയത്തിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. ഒരു ആത്മീക മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും ശക്തമായ 3 ഘടകങ്ങൾ, 3 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കാണുന്നത്. എപ്പോഴും സന്തോഷിക്കുക. വേദനയിലും പ്രയാസത്തിലും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇയ്യോബ് ഉത്തമ ഉദാഹരണമാണ്. ശരീരം മുഴുവൻ വേദന സഹിക്കുമ്പോഴും തൻ്റെ ഹൃദയത്തിലെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ സർവശക്തനായ ദൈവത്തിൽ സന്തോഷിച്ച ഇയ്യോബിനെ നമ്മൾ കാണുന്നു. തലമുറകളില്ലാതിരുന്നപ്പോഴും ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്ത അബ്രഹാമിനെ നമ്മൾ കാണുന്നു. വേദപുസ്തകം ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ ശോധനയിലൂടെ കടന്നു പോയപ്പോൾ, തീച്ചൂളയുടെ നടുവിൽ കടന്നു പോയപ്പോൾ കർത്താവിൽ ആനന്ദിച്ച പ്രിയപ്പെട്ടവർ നമുക്ക് കാണാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എപ്പോഴും സന്തോഷിക്കുക. പൗലോസിൻ്റെ പഴയ ജീവിതം നമുക്കറിയാം. അദ്ദേഹം ശൗൽ എന്ന പേരിൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക എന്നതായിരുന്നു. ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടുക, അതായിരുന്നു തൻ്റെ ജീവിത ലക്ഷ്യം. പക്ഷേ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നട്ടുച്ച നേരത്ത് അവൻ്റെ മേലടിച്ച വെളിച്ചം, ആ വെളിച്ചം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ സന്തോഷം മാറി. ഇനി അവൻ്റെ ജീവിതത്തിലെ സന്തോഷം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാകുക, സഭകൾ സ്ഥാപിക്കുക, ശിഷ്യന്മാരെ ഉണർത്തുക എന്നതായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നമുക്ക് തിരിച്ചറിയാം. ലോകപ്രകാരമുള്ള സന്തോഷങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ്. അത് നിഴൽ പോലെ മാറിപ്പോകുന്നു, വെള്ളത്തിലെ കുമിളകൾ പോലെ പൊട്ടിപ്പോകുന്നു, അത് പൂ അരിഞ്ഞു വാടിപ്പോകുന്നത് പോലെ നിലത്ത് വീണു പോകുന്നു. എന്നാൽ ദൈവം തരുന്ന സന്തോഷവും സമാധാനവും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തിരുവചനത്തിൽ സന്തോഷിക്കുവാൻ, തിരുവചനം തന്നെ നമുക്ക് പ്രമോദമായിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എപ്പോഴും സന്തോഷിക്കുക. എവിടെയെല്ലാമാണ് നമ്മളായിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ, ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മളായിരിക്കുന്നിടത്ത് സന്തോഷിക്കാൻ കഴിയട്ടെ. ചിലപ്പോൾ നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം കഴിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ എനിക്ക് അത്യുത്തമമാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വേറെ 1000 ദിവസങ്ങളിൽ ഞാൻ പല സ്ഥലത്തായിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതാണ്. എന്നാൽ നമുക്കെപ്പോഴും ഒരു ആലയത്തിലിരുന്ന് ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്നത് എപ്പോഴും സാധ്യമല്ല. ജീവിതത്തിൻ്റെ ഒരാഴ്ച കാലഘട്ടം, ഒരു വർഷം നമ്മൾ പലയിടങ്ങളിലാണ്. ഒരു വർഷത്തിൽ ഒരു 52 ദിവസങ്ങൾ മാത്രമാണ് ആലയത്തിൽ ചെന്ന് പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമയം വേർതിരിക്കുന്നത്. ബാക്കിയുള്ള 300ഓളം ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ നമ്മൾ എവിടെയായിരിക്കും? വീട്ടിലും പ്രവർത്തന മേഖലയിലുമാണ്. അവിടെയും നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും ആശ്രയിച്ചേ മതിയാകും. 2ാമത്തെ ഭാഗം ഇതാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ് പ്രാർത്ഥന എന്ന്. ഒരിക്കൽ ഒരു സഹോദരി ഇപ്രകാരം ചിന്തിച്ചു, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരായിരിക്കും? അങ്ങനെ ഒരു ആഗ്രഹം ആരാണെന്ന് കണ്ടെത്താൻ യാത്ര തുടങ്ങി. ആ യാത്രയിൽ പലരുടെ അടുക്കൽ ചെന്നു. വർഷങ്ങൾ ദൈവവേല ചെയ്യുന്ന ആൾക്കാരെ കണ്ടു, സംസാരിച്ചു. പക്ഷെ പലപ്പോഴും ആ സ്ത്രീയുടെ മനസ്സിൽ ഒരു ഉറപ്പ് കിട്ടിയില്ല, ഇവരാണോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ യാത്ര ചെയ്ത് നിരവധി പേരോട് സംവദിച്ച് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വീട്ടിലെത്തി. ആ വീടിൻ്റെ മുൻപിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ തുണി അലക്കുന്നുണ്ട്, മുറ്റമടിക്കുന്നുണ്ട്, പല പല ജോലികൾ പല സമയത്തായി ചെയ്യുകയാണ്. രാവിലെ മുതൽ ഈ സഹോദരി ആ ജോലി ചെയ്യുന്ന പാവപ്പെട്ട വയസ്സായ സ്ത്രീയെ നോക്കി നിന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു, ലോകപ്രകാരം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളാണെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. സത്യത്തിൽ അങ്ങനെയാണോ? നിങ്ങൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? കുറേ മണിക്കൂറുകളായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങൾ ഇരിക്കുന്നതോ പായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതോ ഞാൻ കണ്ടില്ല. എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കുന്നത്? എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറുന്നത്? അപ്പോഴാ സഹോദരി ഇപ്രകാരം പറഞ്ഞു,
ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്. പല വീടുകളിൽ എൻ്റെ ജോലികൾ ചെയ്യാൻ ഞാൻ പോകുന്നുണ്ട്. ഓരോ വീട്ടിൽ ചെന്ന് ജോലി ചെയ്യുമ്പോൾ, മുറ്റമടിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഈ മുറ്റത്തിലെ കരിയിലകൾ മാറ്റി, അഴുക്കുകൾ മാറ്റി ശുദ്ധീകരിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. തുണി അലക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, തുണിയിലെ അഴുക്ക് കളയുന്നത് പോലെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ അഴുക്കുകളെ കളയണമേ. പാത്രം കഴുകുമ്പോൾ ഞാനത് പ്രാർത്ഥനയാക്കി മാറ്റും. വീട്ടിലെ ഏത് ജോലികൾ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ വാക്കുകളും എൻ്റെ ചിന്തകളും പ്രാർത്ഥനയാക്കി മാറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ തിരക്കിയ ആ സഹോദരിക്ക് മനസ്സിലായി, ഈ സഹോദരിയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അതൊരു പ്രാർത്ഥനയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ പ്രാർത്ഥനയും സ്തുതിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപവർഗമായി പോകേണ്ടതാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ശ്രദ്ധിക്കുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുകയാണ്. ചെറിയ പ്രാർത്ഥനയാകാം, വലിയ പ്രാർത്ഥനയാകാം, ദൈവം കേൾക്കുകയും അതിന് മറുപടി തരികയും ചെയ്യും എന്നത് ഉറപ്പാണ്. വളരെ മനോഹരമായ മൂന്നാമത്തെ ഭാഗം എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിനെന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നന്ദി പറയുക. ദൈവത്തിന് പിറുപിറുക്കാതെ, പരിഭവപ്പെടാതെ കർത്താവെ നന്ദി എന്ന് പറയാൻ കഴിയുക. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് തന്നെയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന സകലതിനും നന്ദി പറയാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ കേരളീയരും തമിഴരും കർണാടകക്കാരും ഒരുമിച്ച് കൂടിയ ഒരു ആത്മീയ വേദിയിൽ അവർ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചില സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നത് സ്തോത്രക്കാഴ്ച സമർപ്പിക്കുവാനായി ഒരാഴ്ച പണം കൊണ്ടുവരും. ഞങ്ങളുടെ ചർച്ചിൻ്റെ മുൻപിൽ ഒരു വലിയ വട്ടം വരയ്ക്കും. ആ വൃത്തത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഒരാഴ്ച കിട്ടിയ പണം മുഴുവൻ മുകളിലേക്ക് വലിച്ചെറിയും. വട്ടത്തിനകത്തു വീഴുന്ന പണമെല്ലാം ഞങ്ങൾ പള്ളിക്ക് കൊടുക്കും. വട്ടത്തിന് പുറത്തു വീഴുന്നതെല്ലാം ഞങ്ങൾ തിരികെ എടുക്കും. അപ്പോൾ കർണാടകക്കാർ മുമ്പോട്ട് പറഞ്ഞു, ഞങ്ങളും അങ്ങനെ തന്നെയാണ്. വലിയ വട്ടം വരയ്ക്കും, വട്ടത്തിന് ഉള്ളിൽ നിൽക്കും, പണമെല്ലാം വലിച്ചെറിയും. വട്ടത്തിന് പുറത്തു വീഴുന്നത് ഞങ്ങൾ ദേവാലയത്തിൽ കൊടുക്കും, വട്ടത്തിനകത്ത് വീഴുന്നത് ഞങ്ങൾ തന്നെ എടുക്കും. മലയാളികൾ മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങളും വട്ടം വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരാഴ്ച കിട്ടിയ പണം മുകളിലേക്ക് വലിച്ചെറിയും. മുകളിലിട്ട് പോകുന്ന പണം മുഴുവൻ ദൈവത്തിന് കൊടുക്കും, താഴെ വീഴുന്നതെല്ലാം ഞങ്ങൾ എടുക്കും. അപ്പോൾ മലയാളികളുടെ ആ രീതി അവർ പറഞ്ഞു വന്നത്, ഞങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ടാണ്. ദൈവത്തിന് എന്താണ് ആവശ്യം? നമ്മുടെ പണത്തേക്കാൾ, നമ്മുടെ സമയത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയുമാണ്. ദൈവം ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവമേ നന്ദി, കർത്താവെ നീ നടത്തിയ വിധങ്ങൾക്ക് നന്ദി എന്ന് പറയാനാണ്. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 103 അതിൻ്റെ 1-ാം വാക്യം മുതൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ ഒരു വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറന്നു പോകരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങൾ മറക്കരുത്. 2025 തീരുകയാണ്. ഡിസംബർ മാസം അവസാന സമയങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. പുതുവർഷത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിനായി നന്ദി പറയാം, നമ്മുടെ ആരോഗ്യത്തിനായി നന്ദി പറയാം, നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ നന്മകൾക്ക് നന്ദി പറയാം, ആത്മീകമായ ഭൗതികമായ എല്ലാ മേഖലകൾക്ക് നന്ദി പറയാം, ദൈവത്തിന് അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പിറുപിറുപ്പുകൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, നമുക്ക് ഇല്ല എന്നുള്ള ചിന്തകൾ മാറിപ്പോകട്ടെ. ദൈവത്തോട് പറയാം, കർത്താവ് നീ എനിക്ക് തന്നതിന് നന്ദി. ദൈവത്തോട് നമുക്ക് ഉറച്ചു പറയാം, കർത്താവ് എനിക്ക് ചെയ്തു തന്ന നന്മകൾക്ക് നന്ദി. അങ്ങനെ എപ്പോഴും സന്തോഷിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയുമായി ദൈവത്തിന് എത്രമാത്രം സ്നേഹമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിയോടാണ് ദൈവം ഹൃദയം പങ്കിടുന്നത്. നമുക്ക് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശീലം തുടരാം. ഈ മന്ത് ഓഫ് പ്രയറിൽ എക്സൽ മിനിസ്ട്രീസിൻ്റെ കൂടെ നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്, സ്തോത്രം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്തു തുടങ്ങാം. നമുക്ക് തന്ന മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കോടാനുകോടി ആളുകൾ, ദമ്പതികൾ മക്കളില്ലാതെ ഭാരപ്പെടുമ്പോൾ ദൈവം നമുക്ക് തന്ന തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നിരവധി കുഞ്ഞുങ്ങൾ ആരോഗ്യമില്ലാതെ ജനിക്കുമ്പോൾ, ബുദ്ധിസ്ഥിരതയില്ലാതെ ജനിക്കുമ്പോൾ, കാഴ്ചയില്ലാതെ, കേൾവിയില്ലാതെ, സംസാരശേഷിയില്ലാതെ, ചലനശേഷിയില്ലാതെ ജനിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ശാരീരികമായി ബലമുള്ളവരാണെങ്കിൽ സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കയറി കിടക്കുവാനൊരു സ്ഥലമുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. യുദ്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് യുദ്ധങ്ങളില്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. പരസ്പരം കലഹങ്ങളില്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. പീഡനങ്ങളിൽ നിന്ന് നിങ്ങൾ വിമുക്തരാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. ദൈവവചനം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ ആലയത്തിലും സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിക്കാനും കേൾക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങാം. ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങാം. ദൈവത്തിന് നന്ദി പറയാനാണ് നമ്മുടെ ഈ ജീവിതം. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്ക് എന്തിന് നാഥ, അവദാനം എപ്പോഴും ആലപിപ്പാനല്ലെങ്കിൽ അധരങ്ങൾ എന്തിന് നാഥ. ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്ത് തുടങ്ങാം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കും. കർത്താവേ, ഇന്നു മുതൽ എല്ലാത്തിലും സന്തോഷിക്കുവാൻ,
ആവശ്യമില്ലാത്ത നിരാശകൾ, വേദനകളെല്ലാം തള്ളിക്കളഞ്ഞ് ദൈവത്തിൽ മാത്രം ഉറച്ച് സന്തോഷിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ മനുഷ്യനോട് പറയുന്നതിനേക്കാൾ സങ്കീർത്തനങ്ങൾ 118:8 ഇപ്രകാരം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കർത്താവിനെ മാത്രം ആശ്രയിക്കാം, കർത്താവിനെ മാത്രം ഉറച്ചു വിശ്വസിക്കാം. പാറമേൽ വീട് പണിത മനുഷ്യനെ പോലെ പിശാച് നോക്കുമ്പോൾ അവനിപ്പോൾ വീഴും, ഈ പ്രതിസന്ധി, ഈ രോഗം അവനെ തകർക്കും എന്നാണ് പിശാചിന്റെ ചിന്ത. പക്ഷെ നമ്മൾ കർത്താവിൽ ഉറച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, ഇല്ല, ഞാൻ തകർന്നു പോകത്തില്ല, കാരണം ക്രിസ്തുവാകുന്ന പാറയിലാണ് ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നത്. യോശുവ 24:15 പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ മാത്രം ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മാത്രം നമുക്ക് ആരാധിക്കാം, കർത്താവിനെ മാത്രം നമുക്ക് വിശ്വസിക്കാം, കർത്താവിനെ മാത്രം ആശ്രയിച്ച് അനേകരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഈ ജീവിതം നമുക്ക് ധന്യമായി തീരാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം 18-ാം വാക്യത്തിൽ കൂട്ടിച്ചേർക്കുന്നു, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഹിതം മാത്രം നിറവേറ്റാം. ഈ മന്ത് ഓഫ് പ്രയറിൽ തുടർന്നും വചനം കേൾക്കാനും അനേകരിലേക്ക് ഈ വചനങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതും ഒരു സുവിശേഷ പ്രവർത്തനമാണ്. എക്സൽ മിനിസ്ട്രീസിനോർത്ത്, പ്രവർത്തകരോർത്ത് പ്രാർത്ഥിക്കുക, തലമുറകളെ ദൈവസന്നിധിയിൽ വഹിക്കുക, ആത്മഭാരത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഗോഡ് ബ്ലെസ് യു.